അർജുന് വേണ്ടിയുള്ള തിരച്ചിലിനായി ഡ്രെഡ്ജർ ഷിരൂരിലെത്തിച്ചു. അനുമതി കിട്ടിയാലുടൻ ദൗത്യം ആരംഭിക്കും. ഗംഗാവലിപ്പുഴയിൽ നിന്നും ബിജു പങ്കജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇങ്ങനെ JCB വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ ഈ ലോറിയുടെ അവശിഷ്ടം ഉണ്ടോ എന്നാണ് ഇപ്പൊ നോക്കുന്നത്. ഇതിലൊരു പ്രധാന വെല്ലുവിളി ഇവിടെ വേലിയേറ്റവും വേലിയിറക്കമുണ്ട്. ഇപ്പം വെള്ളം കയറി വേലിയേറ്റ സമയമാണ്. ഗോവ ആസ്ഥാനമായ ഓഷ്യാനിക് ഏജൻസീസ് എന്ന് പറയുന്ന ഷിപ്പിംഗ് കമ്പനിയാണ് ഇവിടെ ഈ ഡ്രഡ്ജറുമായി എത്തിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്നതാണ് ഈ ഡ്രഡ്ജർ. ഇപ്പം നമ്മൾ ഗംഗാവലി പുഴയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഈ ഡ്രഡ്ജർ ഇവിടെ എത്തിയിരിക്കുന്നു. ഇതിൽ തന്നെ JCB കാണാൻ പറ്റും. ഈ JCB ഉപയോഗിച്ചാണ് ഇതിന്റെ മണ്ണ് കോരി മാറ്റിയെടുത്ത് തൊട്ടടുത്തുള്ള ഈ ബോട്ടിലേക്ക് അവർ ഇടും. അങ്ങനെ തെരച്ചിൽ നടത്തുമ്പോഴാണ് ഈ ലോറിയുടെ അവശിഷ്ടങ്ങളുണ്ടോ എന്ന കാര്യം നോക്കുക. ഇതോടൊപ്പം തന്നെ ഈ കമ്പനിയുടെ ഒരു 13 അംഗ ഡൈവിംഗ് വിദഗ്ധരൂടെ വരുന്നുണ്ട്. അവർ നാളെ രാവിലെ 10 മണിക്ക് ഗോവയിലെത്തും. അവർ മുംബൈയിൽ നിന്നാണ് വരുന്നത്. അതിനുശേഷം അവർ ഇവിടെ ഈ പ്രദേശങ്ങളിൽ മുങ്ങി അതിന്റെ അടി പരിശോധിക്കുന്നതാണ്. ഒരുപക്ഷെ ഇതൊരു അവസാനത്തെ ദൗത്യമായിരിക്കും. കാരണം ഇത് ഈ രണ്ട് മാസത്തിനിടയിൽ ഇത് 3ാമത്തെ തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പൊ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഗംഗാവലി പുഴയിലൂടെ നമ്മൾ ഇതിലെ സഞ്ചരിക്കുകയാണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു ദൃശ്യം ആദ്യമായിട്ടായിരിക്കും. കാരണം ഈ വശത്തു നിന്നാണ് മലയിടിഞ്ഞ് ലോറി അടക്കം ഇങ്ങോട്ട് പോയത്. ഒരു വലിയ ആൽമരം ഈ പ്രദേശത്തുണ്ടായിരുന്നു. ഈ ചായക്കടയോടനുബന്ധിച്ച് ആൽമരവും ഇതിന്റെ ഉള്ളിൽ ഉണ്ടെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ ദുരന്തത്തിന്റെ ഒരു നേർക്കാഴ്ചയായിട്ട് വലിയ മരങ്ങളുടെ വേരുകളടക്കം ഇവിടെയുണ്ട്. ഈ പ്രദേശത്ത് ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് ആണ് ലോറിയുടെ അവശിഷ്ടം ഉണ്ട് എന്ന് കരുതുന്നത്. ലോഹാവശിഷ്ടം എന്നാണ് നാവികസേന അതിനെ വിശേഷിപ്പിച്ച് ഇവിടെ നടത്തിയ പരിശോധനയിൽ ഈ പർട്ടിക്കുലർ പ്രദേശത്താണ് പരിശോധന നടത്താനായിട്ട് ഡ്രഡ്ജർ എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോ ഇവിടെ ശരിക്ക് ഇന്നലെയൊക്കെ വേലിയിറക്ക സമയത്ത് കുട്ടികളൊക്കെ ഈ പുഴയുടെ ഈ ഭാഗത്തൊക്കെ പന്ത് കളിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവിടെ വേലിയിറക്കത്തിൽ ഈ വെള്ളം മുഴുവൻ താഴേക്ക് ഇറങ്ങിപ്പോകും. അങ്ങനെ ഇവിടെ മണ്ണ് മാത്രമായിട്ട് പൊങ്ങി വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പൊ ഇപ്പോ രാവിലെ ഈ സമയത്ത് വെള്ളമുണ്ട്. ഒരു 4 മണിയാകുമ്പോഴത്തേനും ഈ വെള്ളം താഴേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഇവിടെ ഈ മണ്ണൊക്കെ തെളിഞ്ഞു വരും. ഈ ദുരന്തത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടുകൊള്ളു. ഒരുപക്ഷെ ഈ പുഴയിലൂടെ യാത്ര ചെയ്ത് ആദ്യമായിട്ടായിരിക്കും ഈ പ്രദേശത്തെ ദൃശ്യങ്ങൾ ഇങ്ങനെ വരുന്നത്. നമ്മുടെ അർജുനെയും അതുപോലെ തന്നെ 2 ഇവിടുത്തെ തദ്ദേശീയരെയും അപ്രത്യക്ഷമാക്കിയ വലിയ മലയിടിച്ചിലിന്റെ ഒരു നേർക്കാഴ്ചയാണ് കാണുന്നത്.